നിയമവും സാഹിത്യവും പരസ്പരവർത്തിത്വത്തിൻ്റെ ആവശ്യകത. നിയമവും സാഹിത്യവും തത്വത്തിലും പ്രയോഗത്തിലും സമൂഹവികാസ ചരിത്രത്തിൽ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ. ഒന്ന്, നിത്യജീവിതത്തിലെ സകല വ്യവഹാര തലങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ മറ്റൊന്ന് മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി മാറുന്നു. ഇവ രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അതുകൊണ്ട് തന്നെ മാനവ പരിണാമ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ടു. മനഃപൂർവമായും അല്ലാതെയും തന്നെ നൈതികതയുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ തൊട്ട് ആധുനിക നിയമസംഹിതകളിൽ വരെ സാഹിത്യ പ്രസ്ഥാനവും സാഹിത്യ സൃഷ്ടികളിൽ നിയമവും സ്വാധീന ശക്തിയായി മാറുന്നത് കാണാൻ സാധിക്കും. നിയമ നീതിന്യായ മേഖലയെ ഇത്ര കണ്ട് സ്വാധീനിക്കത്തക്കതായ ഒരു സവിശേഷത സാഹിത്യത്തിൻ്റെ മാനവിക മുഖം തന്നെയാണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞു വയ്ക്കാം. നിയമ സാഹിത്യ പ്രസ്ഥാനം നിരവധിയായ ശാസ്ത്രീയ പഠനങ്ങൾക്ക് കാലങ്ങൾക്കു മുൻപേ വഴിതെളിയിച്ച ഒന്നാണ് നിയമ സാഹിത്യ പ്രസ്ഥാനം, ലോ ആൻഡ് ലിറ്ററേച്ചർ മൂവ്മെൻറ്റ്. ഏകദേശം 2000 വർഷങ്ങൾക്കു മുൻപ് തന്നെ ഗ്രീക്ക് തത്വചിന്തകനും സോക്രട്ടീസിൻ്റെ പ്രമുഖ ശിഷ്യനുമായ പ്ലാറ്റോ നിയമവും സാഹിത്യവുമായുള്ള ഈ പരസ്പര ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ഒരു സമൂഹത്തിൻ്റെ നിയമപുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ സാഹിതീയത്തിൽ വച്ചു തന്നെ ഏറ്റവും ഉത്തമമായ ഒന്നായിരിക്കണം എന്നുള്ളതാണ്. നിയമ സാഹിത്യ പ്രസ്ഥാനത്തിന് നൽകിയ ഒട്ടനേകം സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് ജെയിംസ് ബോയ്ഡ് വൈറ്റിനെയാണ് മുഖ്യമായും ഇതിൻ്റെ ഉപജ്ഞാതാവായി പരിഗണിക്കുന്നതെങ്കിൽ കൂടിയും ജോൺ വിഗ്മോർ, ജസ്റ്റിസ് ബെഞ്ചമിൻ കാർഡോസോ എന്നിവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അവലോകനം ഈ മേഖലയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. നോവലിസ്റ്റുകളെയും കവികളെയും നിയമപഠനത്തിൻ്റെ പ്രധാന അധ്യാപകരായി കണക്കാക്കിയത് ഇവരാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച പഠനത്തെ പ്രധാനമായും രണ്ടു രീതിയിലാണ് സമീപിക്കാറുള്ളത്. നിയമം സാഹിത്യത്തിൽ എന്ന രീതിയിലും രണ്ടാമതായി നിയമത്തെ സാഹിത്യമായി കാണുന്ന രീതിയിലും. ഒന്നാമത്തെ രീതിയിൽ സാഹിത്യ സൃഷ്ടികളിലെ നിയമ ന്യായ നടപടിക്രമങ്ങളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഉദാഹരണത്തിന് ഷേക്സ്പിയർ രചനകളിലെ കോടതി രംഗങ്ങളും നിയമസംബന്ധിയായ നാടകരംഗങ്ങളും മറ്റും. വെനീസിലെ വ്യാപാരി. രണ്ടാമത്തെ രീതിയിൽ സാഹിത്യം നിയമത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പഠനം നടത്തുന്നു. ഉദാഹരണത്തിന് പല നിയമങ്ങളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ഘടന എന്നിവയുടെ സാഹിത്യ സ്വാധീനവും അതുപോലെ നിയമവ്യാഖ്യാനത്തിൽ സാഹിത്യത്തിനുള്ള അതിവിശാലമായ പ്രയോഗ സാധ്യതകളും. നിയമവ്യാഖ്യാന വേളകളിൽ നീതി നിർവഹണത്തിൽ ന്യായാധിപന്മാർ ഇത്തരത്തിൽ നിരവധിയായ സാഹിത്യ പ്രയോഗങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഉപയോഗപ്പെടുത്താറുള്ളത് ഈ രീതിയിലാണ്. നിയമവും സാഹിത്യവും എന്ന പേരിൽ രണ്ടു മേഖലകളും തങ്ങളുടേതായ സൃഷ്ടികളെ വ്യാഖ്യാനിക്കുന്നതിനുപയോഗിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനം ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ ഒരു രീതി കൂടെ നിലവിലുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പഠന മേഖല തന്നെയാണ് നിയമ സാഹിത്യ പ്രസ്ഥാനം. 1908 നിയമത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് അമേരിക്കയിലെ പ്രമുഖ അഭിഭാഷകനും നിയമ വിദഗ്ധനുമായിരുന്ന ജോൺ എച്ച് വിഗ്മോർ വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. അദ്ദേഹം വിശ്വപ്രസിദ്ധമായ നോവലുകളിലെ നിയമ അനുബന്ധമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. 1925 US സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ബെഞ്ചമിൻ കാർഡോസോ നിയമവും സാഹിത്യവും, ലോ ആൻഡ് ലിറ്ററേച്ചർ എന്ന പേരിൽ ഒരു ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും വിധിന്യായങ്ങളിലെ സാഹിത്യ ശൈലികളെക്കുറിച്ച് പരിശോധന നടത്തിയിരുന്നു. 1960കളിലെയും 70കളിലെയും ഇത്തരത്തിലുണ്ടായ സംഭാവനകൾ ആധുനിക നിയമസാഹിത്യ പ്രസ്ഥാനത്തിന് അടിത്തറ പാകുക തന്നെ ചെയ്തു. സാഹിത്യം നിയമത്തിൽ.
മുമ്പ് സൂചിപ്പിച്ച അമേരിക്കൻ നിയമജ്ഞൻ ബെഞ്ചമിൻ കാർഡോസോ 1921 പ്രസിദ്ധീകരിച്ച നേച്ചർ ഓഫ് ജുഡീഷ്യൽ പ്രോസസ് എന്ന പുസ്തകത്തിൽ ജഡ്ജിമാരും മനുഷ്യരാണെന്നും തങ്ങളുടെ ജീവിത പശ്ചാത്തലമാണ് മറ്റേതൊരു മനുഷ്യരെയും പോലെ അവരെയും രൂപപ്പെടുത്തുന്നതെന്നും വ്യക്തമാക്കുകയുണ്ടായി. കോടതികളുടെ തീരുമാനങ്ങളെ സംബന്ധിച്ച സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കൂടെയാണ് ഈ ഗ്രന്ഥം സഹായിച്ചത്. സതുദ്ദേശത്തോടെയും ജനാധിപത്യ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയും നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് ന്യായാധിപന്മാരും വിധേയരാവേണ്ടത് അനിവാര്യതയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈയൊരു നിരീക്ഷണം ഇക്കാലത്തും പ്രസക്തമാണെന്നത് അവിതർക്കിതമാണ്. സാഹിത്യം നിയമത്തിൽ ചെലുത്തിയ സ്വാധീനം എത്രയെന്ന് പ്രകടമാക്കുന്നവയാണ് നമ്മുടെ രാജ്യത്തെ പല നിയമനിർമ്മാണങ്ങളും വിധിന്യായങ്ങളും. ഇന്ത്യയിലെ പരമപ്രധാന നിയമസ്രോതസ്സായ ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ അനവധി സാഹിത്യഗ്രന്ഥങ്ങളും സാഹിത്യകാരന്മാരും ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. പല ആശയങ്ങളെയും സ്വാംശീകരിക്കുന്നതിനും പ്രകടമാക്കുന്നതിനും സാഹിത്യത്തെ ആശ്രയിച്ചിരുന്നു എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സംവാദ പരമ്പരകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. രാജ്യത്തെ നിയമങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും നോവലുകളും ജീവചരിത്രങ്ങളും ആത്മകഥകളും കഥകളും തുടങ്ങി വ്യത്യസ്ത സാഹിത്യ സൃഷ്ടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വൈദിക കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നുവരെ ഇതു മാറ്റമില്ലാതെ തുടരുന്നു. ഒരു നിയമവിദഗ്ധനു വേണ്ട ഭാവന, അപഗ്രഥനശേഷി, വ്യാഖ്യാനശേഷി, പുനർവിചിന്തനശേഷി, ഭാഷാശേഷി എന്നിവ വികസിതമാക്കി നിർത്തുന്നതിലും സാഹിത്യം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇംഗ്ലീഷ് അമേരിക്കൻ സാഹിത്യ രചനകൾ അവിടുത്തെ നിയമനിർമ്മാണങ്ങളിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു. ഇത് ക്രമേണ ഇന്ത്യൻ നിയമനിർമ്മാണങ്ങളെയും സ്വാധീനിച്ചു. സോഫോക്ലിസ്, ഷെല്ലി, നീച്ചെ, ക്ലീറ്റ്സ്, ഓസ്കാർ വൈൽഡ്, വില്യം ഷേക്സ്പിയർ, ജോൺ സ്റ്റുവർട്ട് മിൽ തുടങ്ങിയവരുടെയെല്ലാം കൃതികൾ നിയമസാഹിത്യ പ്രസ്ഥാനത്തിൽ നിയമത്തിനു സംഭാവന നൽകിയ സാഹിത്യരചനകളായി മാറി. കോടതികളിലെ വിവിധമായ വിധിന്യായങ്ങളെടുത്തു പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ചരിത്രപ്രസിദ്ധമായ വിധികളിലെല്ലാം സാഹിത്യപരമായ അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിന്നു കൈക്കൊണ്ട അനവധി ആശയങ്ങളോ വാക്യങ്ങളോ ഉൾക്കൊണ്ടിട്ടുള്ളതായി കാണാവുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇംഗ്ലീഷ് നിയമജ്ഞൻ ലോർഡ് ഡെന്നിങ്ങിൻ്റെ സമീപനം. സാഹിത്യത്തെ വളരെ ഉപയോഗപ്രദവും വിദഗ്ധവുമായാണ് അദ്ദേഹം നിയമത്തിൽ ഉപയോഗിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ദ ഡിസിപ്ലിൻ ഓഫ് ലോ എന്ന പുസ്തകത്തിൽ നടത്തിയ നിരീക്ഷണം ശ്രദ്ധേയമാണ്. എപ്രകാരമാണോ ഒരു പിയാനിസ്റ്റ് തൻ്റെ പിയാനോയിൽ പരിശീലനം നടത്തുന്നത്, അതുപോലെ ഒരു അഭിഭാഷകനും എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും വാക്കുകളുടെ പ്രയോഗം പരിശീലിക്കണം. ഇത്തരത്തിലൊരു കലാകാരൻ തൻ്റെ കഴിവിനെ പരുവപ്പെടുത്തിയെടുക്കുന്ന പോലെ ഒരു അഭിഭാഷകനോ നിയമജ്ഞനോ തൻ്റെ കഴിവ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള മാധ്യമമായി എഴുത്തും വായനയും ഉപയോഗിക്കാവുന്നതാണ്. സാഹിത്യം എന്ന മാധ്യമത്തിന് വളരെ പ്രാധാന്യമാണ് ഈ അർത്ഥത്തിൽ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴാകട്ടെ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെയും M പതഞ്ജലി ശാസ്ത്രി, PN ഭഗവതി എന്നീ നിയമജ്ഞരുടെയും വിധിപ്രസ്താവങ്ങൾ സാഹിത്യപ്രയോഗങ്ങൾക്ക് എടുത്തു പറയാവുന്നതാണ്. ഇതിൽ തന്നെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഭാഷ മറ്റു രണ്ട് പേരിൽ നിന്നും വ്യത്യസ്തമാണ്. കൃഷ്ണയ്യരുടേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതമായ ഭാഷയാണ് അവരുടെ വിധികളിൽ കാണാവുന്നത്. 1981 മാരോറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, 1956 BD സപ്ലൈ കമ്പനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്നീ കേസുകളിലെയെല്ലാം വിധികളിലെ സാഹിത്യപ്രയോഗങ്ങൾ ഉദാഹരണമാണ്. സുപ്രധാനമായ പല കേസുകളിലും ഇത് കാണാവുന്നതാണ്. അരുണ ഷാൻബാഗ് കേസിലെ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവിൻ്റെയും പെബ്രു നിംകോൾ മിക്കോയ് ദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ എന്ന കേസിലെ HL ദത്തു, DK ജൈൻ എന്നീ ജഡ്ജിമാർ ഉപയോഗിച്ച വിവിധ കൃതികളിലെ ഉദ്ധരണികൾ എടുത്തു പറയാം. മറ്റൊരു സുപ്രധാന വിധിന്യായം നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ്
ദീപക് മിശ്ര ജർമ്മൻ ചിന്തകൻ ഗധയെ ഉദ്ധരിച്ചിരുന്നു. കൂടാതെ ബുദ്ധദേവ് കർമസ്കൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിലും ബംഗാളി എഴുത്തുകാരൻ ശരത് ചന്ദ്ര ചട്ടോപാധ്യായയുടെ ശ്രീകാന്ത്, ദേവദാസ് എന്നീ നോവലുകളെയും ഫിയദോർ ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിച്ച കെ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ വിധിന്യായവും മറ്റൊരു ഉദാഹരണമാണ്. സാഹിത്യം നിയമപഠനത്തിൽ. നിയമവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം മാനവികമായ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് എന്നതുതന്നെയാണ് അവ തമ്മിലുള്ള പരസ്പരവർത്തിത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. നിയമപഠനത്തിൽ സാഹിത്യത്തിൻ്റെ പ്രാധാന്യം അത് നൽകുന്ന പ്രയോജനങ്ങളെ ആശ്രയിച്ചു തന്നെയാണിരിക്കുന്നത്. നിയമം ഉൾക്കൊള്ളുന്ന വിശാല മേഖലകളെ, സാമൂഹിക സാംസ്കാരിക തലങ്ങളെയെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിനും വാക്കുകൾക്കും അതീതമായി വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കുന്നതിനുമെല്ലാം ഈ മേഖലയിലുള്ളവരെ പ്രാപ്തരാക്കുന്നതിന് സാഹിത്യ പഠനവും സാഹിത്യ അഭിരുചിയുമെല്ലാം നല്ലൊരു പരിധിവരെ സഹായകമാവുന്നുണ്ട്. ഒരു കാര്യം ഭാവനയിൽ കാണുന്നതിനും വാങ്മയ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനും കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും കാര്യകാരണ സഹിതം വിശകലനം നടത്തുന്നതിനുമെല്ലാമുള്ള കഴിവ് സാഹിത്യ പഠനത്തിലൂടെ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിനും ഭാഷ കൈകാര്യം ചെയ്യുന്നതിനും വാദഗതികൾ രൂപപ്പെടുത്തുന്നതിനും കക്ഷികളുമായും നിയമജ്ഞരുമായും സംവദിക്കുന്നതിനുമെല്ലാം ഇത്തരത്തിലുള്ള അഭിരുചികൾ സഹായിക്കുന്നുണ്ട്. ന്യായാധിപന്മാർക്കാകട്ടെ കാര്യങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വിശകലനം ചെയ്യുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും വിധി എഴുതുന്നതിനുമെല്ലാം ഇത് സഹായകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സാഹിത്യ സൃഷ്ടികളും സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള പഠനവും മറ്റും കൂടുതൽ സാമൂഹികമായി അർത്ഥവത്തായ ഇടപെടലുകൾക്ക് കാരണമാക്കുമെന്നതിനാൽ തന്നെ നിയമപഠനത്തിൽ സാഹിത്യവും കൂടി ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയുള്ളൂ എന്നു തന്നെയാണ് തോന്നുന്നത്. അമേരിക്കൻ നിയമജ്ഞനും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനുമായ റിച്ചാർഡ് പോസ്നർ നിയമവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സാഹിത്യ സൃഷ്ടികൾക്ക് നിയമത്തിൽ പ്രത്യേകിച്ചൊരു പങ്കും വഹിക്കാനില്ല എന്നതായിരുന്നു. എന്തെന്നാൽ എഴുത്തുകാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ വായിച്ചെടുക്കാൻ ആർക്കും സാധിക്കില്ലെന്നും നോവലുകളെയും മറ്റും അതിൻ്റേതായ അർത്ഥത്തിലും പശ്ചാത്തലത്തിലും മാത്രമേ സമീപിക്കാനാകൂ എന്നുമാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. ഇങ്ങനെയാണെങ്കിൽ കൂടിയും നാളിതുവരെയുള്ള ഈ രണ്ടു മേഖലകളെയും കുറിച്ചുള്ള പഠനങ്ങളും അതിൽ നിന്നുണ്ടായ കൃതികളും സൂചിപ്പിക്കുന്നത് രണ്ടും തമ്മിലുള്ള അനുവർത്തിത്വത്തെ തന്നെയാണ്. നിയമനിർമ്മാണ ചരിത്രത്തിലും കോടതി വിധി ന്യായങ്ങളിലുമെല്ലാം സാഹിത്യത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത സ്വാധീനം പ്രകടമാണ്. മാനവിക വിഷയങ്ങളുടെ പരസ്പരമുള്ള കൂടിച്ചേരലുകളും സ്വാധീനവുമെല്ലാം സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണെന്നിരിക്കെ തന്നെ ഇത് രണ്ടിൻ്റെയും പരസ്പര സ്വാധീനം കണ്ടില്ലെന്ന് നടിക്കുക അസാധ്യമാണ്. അത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു നിയമവും ഒരു വിധിന്യായവും അതതു കാലത്തെ സാമൂഹിക നിലപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹിത്യങ്ങളായി മാറുമെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിജ്ഞാന ശാഖകളുടെയും പരസ്പര ബന്ധത്തെ ഉപയോഗപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാനാവുന്നത്.